ഈശ്വംശേഖ് സ്തുതിയായിക്കട്ടെ. നമ്മൾക്ക് എങ്ങനെയാണ് നല്ല തീരുമാനത്തേക്ക് എത്താൻ പറ്റും? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശരിയായുള്ള രീതിയിലുള്ള തെളിവുകളും കാരണങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ബന്ധപ്പെട്ട അറിവുകളും ചേർത്ത് അത് നമ്മൾ നന്നായി വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് ചെയ്ത് അത് നമുക്ക് നല്ല നല്ല തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു തീവ്രവാദം എന്ന സംഗതി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. തീവ്രവാദത്തിൻ്റെ ഫീച്ചേഴ്സാണ് ഒരു ഹിംസ അല്ലെങ്കിൽ വയലൻസ് എന്ന് അതിലൂടെ ആളുകളെ ഭയപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയാണ് ടെററിസം എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഈ തീവ്രവാദത്തിൻ്റെ ഒരു ബേസാണ്, അതിൻ്റെ അടിസ്ഥാനമാണ് ഹേറ്റഡ്, വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം എന്നതൊക്കെ ഇതിൻ്റെ ബേസാണ്. അടിസ്ഥാനമായിട്ടുള്ള സംഗതിയാണ് ഹേറ്റ്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തെ പഠിച്ച് അതിൻ്റെ തെളിവുകളും കാരണങ്ങളും അടക്കം ഒരു കാര്യം പറയുമ്പോൾ അത് എപ്പോഴും നമുക്ക് അതിനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു തീഷ്ണമതി എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അതിനൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ടെററിസം ആയോ അല്ലെങ്കിൽ അതിനൊരു ഹേറ്റഡായോ നമുക്ക് കാണാൻ പറ്റില്ല. സത്യസന്ധമായിട്ടൊരു പഠനം നടത്തി അതിൽ പഠനങ്ങളെ തെളിവുകളും കാരണങ്ങളും വെച്ച് ഒരു കാര്യം പറയുമ്പോൾ അതിന് തീവ്രവാദമെന്നും ഒരു വെറുപ്പ് എന്നും പറഞ്ഞ് അതിന് ലേബൽ ഒട്ടിച്ച് അതിനെ തടയുന്നതാണ് ശരിക്കും ടെററിസം. അത് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആളുകൾ നമ്മുടെ അടുത്ത് പെരുമാറുന്നതും അത് അങ്ങനെ ചെയ്യുന്നത്. അതാണ് ടെററിസം ആക്ച്വലി. അതാണ് ലിബറൽ ടെററിസം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ നിലപാടാണ് നമ്മൾ പറയുന്നത്. ആ നിലപാട് മാറ്റാനായിട്ട് മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണം വേണം. അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു തെളിവുകളും കാരണങ്ങളും വേണം. ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ നിലപാടുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സഭയുടെ പഠനങ്ങളാണ്. സഭ പറയുന്നത് 11 CCC 1181 പ്രകാരം ദേവാലയം എന്ന ദൈവത്തിനെ കുറിച്ചുള്ള ഒരു ആരാധന കേന്ദ്രം മാത്രമാണ്, അവിടെ വേറൊന്നും ചെയ്യരുതെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അത് ചെയ്യുമ്പോൾ അത് പാപമായി മാറും. അതിന് കാരണം എന്താണ്? നമ്മുടെ ദേവാലയത്തിൽ ഈശോ വന്ന് അവരുടെ കച്ചവടക്കാരെല്ലാവരും അവിടുന്ന് മാറ്റുന്നുണ്ട്. ആ മാറ്റുന്ന സീൻ ആ ഒരു ബൈബിളിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ സംഗതി ഇവിടെ തെറ്റായി മാറുന്നത്, പാപമായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് സഭ ഒരു കാര്യം പഠിപ്പിക്കുന്നത്. CCC 1181 പ്രകാരം ഈ പള്ളിയുടെ കോമ്പൗണ്ടിലും പള്ളിയിലും ഓണം ആഘോഷിക്കുന്നത് പാപമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓണത്തിൻ്റെ ഒരു ആഘോഷങ്ങളുടെ പട്ടിക നോക്കുമ്പോൾ അതിൽ ഒന്നാമതാണ് ഓണസദ്യ. അത് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു തെറ്റ് വരാതെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ വള്ളംകളി അതും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരോടും കൂടി ചേർന്ന് പലതരം ഗെയിംസിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത്. അത് കൾച്ചറായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വസ്ത്രങ്ങളിട്ട്, നല്ല വസ്ത്രങ്ങളിട്ട് അല്ലെങ്കിൽ കേരള വസ്ത്രങ്ങളിട്ട് സദ്യ കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും പാപമായി മാറുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പാപമായി മാറുന്നില്ല. അത് കൾച്ചറായിട്ടുള്ള ഇമ്പാക്റ്റ് അതിനുണ്ട്. കൾച്ചറായിട്ടുള്ള അതിൻ്റെ തെളിവുകളും അതിൻ്റെ ഹിസ്റ്ററിയും നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. പക്ഷേ മാവേലി, അതുപോലെ തന്നെ തൃക്കാക്കരപ്പൻ, പൂക്കളം എന്നുള്ള സംഗതികൾ വരുമ്പോൾ അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രശ്നമല്ല, അത് പാപമല്ല തോന്നുന്നവർക്ക് എന്ത് വേണേൽ ചെയ്യാം. എനിക്കതിനൊന്നും നമുക്ക് ഒരാൾ നിർബന്ധിച്ച് അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് പാപമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ചെയ്യുമ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ആചാരങ്ങളുടെ ആരാധനയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അതിന് കാരണം നമ്മളിപ്പോൾ ഈ പൂക്കളം എന്ന് പറഞ്ഞ സംഗതി നമുക്ക് എല്ലാ സമയത്ത് ഇടാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതങ്ങനെയല്ല, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ മറ്റുള്ള വിശേഷങ്ങളിലും കാര്യങ്ങൾക്കൊക്കെ ഈ പൂക്കളിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ തമിഴ്നാട്ടിൽ കോലം ഇടുന്നത് അവരുടെ കൾച്ചർ ഭാഗമാണ്. അത് അവരുടെ എല്ലാ സമയങ്ങളിലും അവരെ കോലം ഇടുന്നുണ്ട്. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്യാം. അപ്പം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം, ഈ പൂക്കൾ നമ്മളെ എല്ലാ വിശേഷങ്ങൾക്കും നമുക്ക് ഇടാൻ നമുക്ക് പറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഈ ഒന്നാം പ്രമാണത്തിൻ്റെ ലൈനായിട്ട് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മാവേലി എന്ത് പറഞ്ഞത് ഈ പറഞ്ഞ ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയാണ്. ആരാധനാമൂർത്തിയെ നമ്മൾ പ്രച്ഛന്ന വേഷം കാണിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ആരാധനാമൂർത്തിയെ കളിയാക്കുന്നതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ട്.
അതുപോലത്തെ തന്നെയാണ് തിരുവാതിരക്കളി. ഈ തിരുവാതിരക്കളി അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞ 3-4 കാര്യങ്ങളാണ് നമുക്ക് ഈ വിശ്വാസത്തിന് നമുക്ക് പാപത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യം. നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ പാപമായി മാറുന്ന കാര്യങ്ങൾ ഈ 3-4 എണ്ണമാണ്. പക്ഷേ നമ്മൾ ഈ സദ്യ ഒരുക്കുന്നതും ഈ പുത്തൻ ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ കേരളീയ വസ്ത്രം ധരിച്ച് ഓണത്തിൻ്റെ ഭക്ഷണം സദ്യ കഴിക്കുന്നതും അതുപോലെ തന്നെ ഓണക്കളികളിൽ ഏർപ്പെടുന്നതും ഒരിക്കലും നമുക്ക് ഒരു പാപമല്ല. അത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ കേരളീയരുടെ ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അതായത് ഈ ഓണം എന്ന് പറഞ്ഞ് കൊയ്ത്തുത്സവമാണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള വിളവുകളൊക്കെ നമുക്ക് തന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രകൃതിയോട് നമ്മൾ നന്ദി പറയുന്നു. അതാണ് ശരിക്കും ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് അവരുടെ വിശ്വാസമായി മാറുന്നത്. ആ വിശ്വാസം നമ്മൾ ചെയ്യുമ്പോൾ അത് ഒന്നാം ലംഘനമായി മാറുന്നത്. നമ്മൾ ഈ സമയത്ത് പോയിട്ട് ത്രിയേക ദൈവത്തോട് നന്ദി പറയണം, കൃഷിക്കാരോട് നമ്മൾ നന്ദി പറയണം, അതുപോലെ നമ്മൾ പ്രകൃതിയോട് നന്ദി പറയണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രിസ്തീയരായ നിലയ്ക്ക് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് ഓണത്തിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേരള വസ്ത്രം ഉടുത്ത് മുണ്ട് ഷർട്ട് ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കേരള സാരി ഉടുത്ത് നമ്മൾ ക്രിസ്മസിന് പള്ളി വരുന്നതൊക്കെ അല്ലെങ്കിൽ ഈസ്റ്ററിന് പള്ളി വരുന്നതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് പാപമായിട്ട് വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൾച്ചറായിട്ടുള്ള കാര്യം കൾച്ചറായിട്ട് കാണാം. വിശ്വാസത്തിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ അത് പാവമായി മാറുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് എന്നെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിൽ എന്ത് കാര്യമാണല്ലോ. ഇപ്പം ഞാൻ ഒരിക്കലും ഹേറ്റഡ് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും വെറുപ്പോ വിദ്വേഷവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ മറ്റുള്ള ഹിന്ദുക്കൾ തന്നെ ഇത് ആഘോഷിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾ എണ്ണം കുറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി നമ്മൾ അവർക്ക് വേണ്ടി ഓണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഓണം ആശംസിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു തെറ്റായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രശ്നം ഇവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഉദ്ദേശം ഇത്രേ തന്നെയുള്ളൂ. എൻ്റെ ഉദ്ദേശം ആത്മീയത മാത്രമാണ്. അതല്ലാതെ ഒരു വിഭാഗീയത അല്ല, അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളും നമ്മളൊരു ഹിംസിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഞാൻ പ്രചരിപ്പിച്ചത്. അതിന് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ ഓരോരുത്തരുടെ അറിവില്ലായ്മയായിരിക്കും. അതൊക്കെ നമുക്കൊരു പ്രശ്നമില്ല. അതൊക്കെ അവരവരുടെ കൺസേൺസ് മനസാക്ഷി പോലെ അവർ ചെയ്യട്ടെ. അപ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ പള്ളിയിൽ നിന്നും പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നും മാറ്റി നിർത്തി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഓണസദ്യ, അതുപോലെ ഈ പറഞ്ഞ ഓണത്തിൻ്റെ കേരളീയരുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ ഓണത്തിൻ്റെ കളികളിലേക്കൊക്കെ നമ്മൾ ഏർപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് മാറി നിൽക്കുന്നത്. പക്ഷെ മാറി നിൽക്കേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വചനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ, അവരുടെ വിശ്വാസം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. പൂക്കളം ഇടുന്നത്, മഹാബലിനെ കൊണ്ടുവരുന്നത്, കൊണ്ടുവരുന്നത്, തിരുവാതിര, ഈ 3-4 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമുക്ക് മാറി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊന്നും ഒരു ഹേറ്റഡ് ഇല്ല. നമ്മൾ നമ്മുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നു. ആ വിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ ആവശ്യമുള്ളവർക്ക് കേൾക്കാം, ആവശ്യമില്ലാത്തവർക്ക് എന്തുവേണം ചെയ്യാം. അതോ അവരവരുടെ മനസാക്ഷി പോലെ അത് ചെയ്യട്ടെ. പക്ഷെ നമ്മൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു. അതിലൊരു ഹേറ്റഡും ഇല്ല, ഒരു ഹിംസിക്കണ അല്ലെങ്കിൽ ഒരു വയലൻസും ഇല്ല. ഇതിൽ തീഷ്ണത പോലും എന്ന് പറയാൻ പറ്റില്ല. തീഷ്ണതയുടെ കാറ്റഗറിയിൽ പോലും ഇത് വരുന്നില്ല. ഇത് തീഷ്ണത എന്ന് പറഞ്ഞാൽ അത് ഊർജ്ജസ്വലതയോടു കൂടി, ഉന്മേഷത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ആളുകളാണ് തീഷ്ണത കൂടിയും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് തീഷ്ണത കൂടി അല്ല. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ജെന്യൂനുള്ള ആളുകൾക്ക് സത്യസന്ധമായിട്ട് ഇതിൽ നോക്കി കാണുന്ന ആളുകൾ ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കാണാൻ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെററിസം, അതുപോലെ തന്നെ ഞാൻ ഹേറ്റഡ് പറ്റുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കൺസിസ്റ്റ് വെച്ചിട്ട് അവർ തീരുമാനിക്കട്ടെ എന്താണെന്നുള്ള അവർ പറയട്ടെ. പക്ഷെ നമ്മളിത് പറഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല. എനിക്ക് ആരോടും ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒരു വിഷമോ എനിക്കില്ല. അത് ഞാൻ വീണ്ടും എടുത്തു പറയാണ്. ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ പ്രചരിപ്പിച്ചുള്ളൂ. അതിൻ്റെ തെളിവുകൾ കാരണങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.